ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമേ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാമേ. ഒരു സാധനവും നമ്മൾ എണ്ണയിൽ വഴറ്റുന്നില്ല, എല്ലാം ഈ ചിക്കനിൽ മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചിക്കൻ ഒരു വേവിക്കാൻ തുടങ്ങാൻ പോവുക. ആദ്യം നമ്മൾ ചിക്കൻ ഇട്ടു. ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ്. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 സവാള അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 തക്കാളി, ഒരു 10-15 ചെറിയ ഉള്ളി, 4-5 പച്ചമുളക് കീറിയത്, ഇതെല്ലാം കൂടെ ചിക്കനിലിട്ടു. ഒരു 10 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് നല്ല ജീരകം, 10 ഏലക്ക, ഒരു 4-5 പട്ട, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് തൊലി കളഞ്ഞ നട്ട്സ്, കടല, ഈത്തപ്പഴത്തിൻ്റെ ഒരു 4 എണ്ണം, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഇറച്ചി മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അത് ഇതേപോലെ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാം എണ്ണ. എണ്ണയാകാം, വെളിച്ചെണ്ണയാകാം, അത് അവനവൻ്റെ ഇഷ്ടം പോലെ. ഇത് അതിനുശേഷം 1 ഗ്ലാസ് തൈര്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കാം. ഇത് നമ്മൾ മസാലയെല്ലാം മിക്സ് ചെയ്തു. ഇനി നേരെ അടുപ്പത്ത് വയ്ക്കാൻ പോകണേ. ഇത് നമ്മളൊരു 15-20 മിനിറ്റ് നേരം ഈ ചിക്കൻ വെന്തതിന് ശേഷം അരി കഴുകി ഇതിൻ്റെ മേളിലിടും. 1.25 കിലോ ചിക്കന് നമ്മൾ 1 കിലോ അരി, ബിരിയാണി അരി, അതേ അരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അരി വെള്ളത്തിലിടുക. 50 ഗ്രാമിൻ്റെ ബട്ടർ മേടിക്കുക. പിന്നെ ഒരു ചെറിയ പീസ് പൈനാപ്പിളിൻ്റെ കഷ്ണം, ഒരു 1.5 നാരങ്ങ നീര്. ചിക്കൻ ഏകദേശം 20 മിനിറ്റോളം വെന്തു. ഇനി നമ്മൾ അരിയുടെ 1:1.5 നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. പക്ഷേ ചിക്കൻ്റെ വെള്ളം കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അരിക്ക് 1:1, അരി എത്ര ഉണ്ടോ അത്രയും വെള്ളം കൂടെ ഒഴിക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അരിയും കൂടെ ഇതിലിടുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കാം. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണ വഴറ്റാതെയും ഒന്നും ചെയ്യാതെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ഇതേമാതിരി സൂപ്പർ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.